പിണറായി വിജയനാണ് ആ സമ്മാനം കൊടുക്കുന്നതെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ കുരു സ്വർണ്ണമായിരിക്കും. അടൂർ പ്രകാശനായതുകൊണ്ട് അത് കുരു മാത്രമായിട്ട് നിലനിൽക്കുകയാണ്. ചോദിച്ച ചോദ്യത്തിന് എനിക്ക് നേരത്തെ ജനീഷ് ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി ഒന്ന്, അടൂർ പ്രകാശിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ഈ കാര്യത്തിൽ സമീകരിക്കാനാവില്ല. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിട്ടില്ല, അടൂർ പ്രകാശിന്റെ മൊഴി എടുത്തിട്ടില്ല. അടൂർ പ്രകാശ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ചില ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി അയാളെ അടൂർ പ്രകാശിനെ സംശയമുനയിൽ നിർത്തുന്നത് ശരിയല്ല. എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെയല്ല. അന്ന് ദേവസ്വം ബോർഡിന്റെ ചുമതല, ദേവസ്വം ബോർഡ് അടങ്ങുന്ന ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ സ്വാഭാവികമായും ചോദ്യം ചെയ്യുന്നതിലുള്ള ഗ്രാവിറ്റിയും അടൂർ പ്രകാശിനെ ആരോപണത്തിൽ നിർത്തുന്ന ഗ്രാവിറ്റിയും രണ്ടാണ് എന്നുള്ളതാണ് ജനീഷിന്റെ വാദം. അത് നമ്പർ 1. നമ്പർ 2, ഈ കേസിന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്കൾക്ക് ആശങ്കയുണ്ട് എന്ന് മാത്രമാണ് താങ്കൾ പറഞ്ഞു നിർത്തുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ കേസിൽ ആർക്കും താല്പര്യമില്ലാതാകുമോ? തന്ത്രിയിലേക്ക് ഇടി പോകാത്തൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു വരുമ്പോൾ അതിനെതിരെ നിങ്ങൾ എന്ത് പ്രതിരോധമാണ് തീർക്കുന്നത്? നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ജനങ്ങൾ വിശ്വസിക്കുമോ എന്നതാണ്. കാരണം ഈ കൊള്ള നടന്നിരിക്കുന്നത് 2019 അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, അന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്, ദേവസ്വം ബോർഡ് പൂർണ്ണമായും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുമാണ്. അതാണ് നിങ്ങളിപ്പോൾ ചെന്ന് അവസ്ഥ. ഡോക്ടർ അരുൺ, ഇതിന് 2-3 ഭാഗമുണ്ട് അങ്ങയുടെ ചോദ്യത്തിനും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ അഭിപ്രായ പ്രകടനത്തിനും. അതിലൊന്ന്, നമ്മൾ പലതവണ ചർച്ച ചെയ്തൊരു കാര്യം ഞാൻ ആവർത്തിക്കാം. ശബരിമലയെ സംബന്ധിച്ച് പരിപൂർണ അധികാരം ദേവസ്വം ബോർഡിനും ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ പരിപൂർണ അവകാശം തന്ത്രിക്കുമാണ്. ഇത് വളരെ വ്യക്തമായ കാര്യമാണ്. ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണ്? ദേവസ്വം ബോർഡിനെ നിശ്ചയിച്ചു കൊടുത്താൽ ഗവൺമെൻറ്റിന് പിന്നെ അവിടെ റോളില്ല. ഗവൺമെൻറ് റോൾ എടുക്കുന്നത് എപ്പോഴാണ്? അവിടെ ബഹുജന ബാഹുല്യം വർദ്ധിക്കുന്ന ഘട്ടത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്യുക എന്ന ഉത്തരവാദിത്തം മാത്രമാണ് പിന്നീട് ഗവൺമെൻറ്റിന് കൈവരുന്നത്. അതാണ് മണ്ഡല വിളക്ക് കാലത്തൊക്കെ ഗവൺമെൻറ് ഇടപെട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ശബരിമലയ്ക്കകത്ത് നിന്ന് എന്തെങ്കിലും വസ്തുവകകൾ അകത്തോട്ടോ പുറത്തോട്ടോ പോകുന്നതിന് തീരുമാനമെടുക്കേണ്ടുന്ന കണ്ണിയല്ല, അല്ലെങ്കിൽ അധികാര കേന്ദ്രമല്ല മന്ത്രി. അതാണ് കടകംപള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. രണ്ടാമത് അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട കാര്യം. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലും അതിൻ്റെ അനുബന്ധമായും പാർലമെൻറ്റിന് മുമ്പിൽ 19 പാർലമെൻറ്റ് അംഗങ്ങളുടെ ഒരു സമരം നടന്നു. ആ സമരം കേരളത്തിന് നഷ്ടപ്പെട്ട വീതം വീണ്ടെടുക്കാനോ കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരോ അല്ല. ആ സമരം നടത്തിയത് പോറ്റിയെ കയറ്റിയത് ആര് എന്ന് പാട്ടുപാടാനാണ്. ആ പാട്ടുപാടിയത് മുമ്പിൽ നിന്നുകൊണ്ട് പാട്ടുപാടിയ ആളിൻ്റെ പേർ അടൂർ പ്രകാശ് എന്നാണ്. അടൂർ പ്രകാശ് ഈ പാട്ട് പാടുമ്പോൾ പോറ്റിയെ കയറ്റിയത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹം തന്നെയാണ്. ഹിമാലയത്തിലൊരു മൃഗമുണ്ട്, കസ്തൂരിമാൻ. കസ്തൂരി അന്വേഷിച്ച് നടക്കുക എല്ലാ സമയത്തും അത്. പക്ഷേ അതിൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ തന്നെയാണ് കസ്തൂരിയുടെ മണം ഇരിക്കുന്നത് എന്നതുപോലെ പോറ്റിയെ കയറ്റിയത് ആര് എന്ന കേരളം ഉയർത്തിയ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടി. അത് കോൺഗ്രസ്സാണ് പോറ്റിയെ കയറ്റിയത്. 2004 മുതൽ ഉള്ള അവസ്ഥയെടുത്ത മനസ്സിലാവും. MP ഗോവിന്ദൻ നായരായിക്കൊള്ളട്ടെ, രാമൻ നായരായിക്കൊള്ളട്ടെ, പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിക്കോട്ടെ, ഇവരൊക്കെയാണ് പോറ്റിക്ക് ശമ്പളം കിട്ടുന്ന ജോലി പോലും അവിടെ വാങ്ങിച്ചു കൊടുത്തത്. ആ പോറ്റി നിത്യസന്ദർശകൻ അടൂർ പ്രകാശിൻ്റെ വീട്ടിൽ. അടൂർ പ്രകാശിന് സമ്മാനം കൊടുത്തത് അദ്ദേഹം പറഞ്ഞു ഈന്തപ്പഴമാണെന്ന് പറഞ്ഞു. പിണറായി വിജയനാണ് ആ സമ്മാനം കൊടുക്കുന്നതെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ കുരു സ്വർണ്ണമായിരിക്കും. അടൂർ പ്രകാശനായതുകൊണ്ട് അത് കുരു മാത്രമായിട്ട് നിലനിൽക്കുകയാണ്. അടൂർ പ്രകാശ് എത്ര തവണ പോറ്റിയെ കണ്ടു? പോറ്റിയായിട്ടുള്ള ബന്ധം എന്താണ്? ഞങ്ങൾക്കൊരു ചോദ്യമുണ്ട്. അത് ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ശ്രീ ജനീഷിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വസതിയിൽ പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത് ആര്? കൊടുത്ത സമ്മാനപ്പൊതി എന്ത്? കൊടുത്ത ദിവസം എന്ന്? ഇത് 3 കൃത്യമാണ്. കാരണം അവിടെ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട്. ഇയാളുടെ ID കാർഡ് മുഴുവൻ വാങ്ങിച്ചു വെച്ചിട്ട് അയാളെ അകത്ത് കയറ്റുകയുള്ളൂ. അപ്പോൾ ഡേറ്റ് എന്താണെന്നറിയാം, അതുപോലെ കൊടുത്ത സാധനം എന്താണെന്നറിയാം. ഇതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എത്ര തവണ ചോദിച്ചാലും ഇവർ പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അടൂർ പ്രകാശിന് റോളില്ലേ എന്ന് പറഞ്ഞാൽ പോറ്റിയെ കയറ്റിയതിൻ്റെ ഉത്തരവാദിത്വം അടൂർ പ്രകാശിനാണ്. പോറ്റി കൊടും ക്രിമിനലാണ്. അതുകൊണ്ട് പോറ്റിക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്, അടൂർ പ്രകാശിന് ഉത്തരവാദിത്വമുണ്ട്. ഇനി ചിത്രത്തിൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രം ഞങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ കാരണം സോണിയാഗാന്ധിയുടെ മുമ്പിലേക്ക് 2 പാർലമെൻറ്റ് അംഗങ്ങളും വാങ്ങിച്ചവനും കൊടുത്തവനും കൊള്ള മുതൽ പങ്കുവച്ചവനുമെല്ലാം ഒരുമിച്ച് കച്ചവടമായിരുന്നു. ആ കച്ചവടത്തിന് ഏറ്റവും നല്ല ചിത്രം കിട്ടിയിട്ടുള്ളത് അവിടുന്നാണ്. അതുകൊണ്ട് കോടതി ഇടയ്ക്കൊന്ന് നിരീക്ഷിച്ചായിരുന്നു ഇതിനൊരു ഇൻ്റർനാഷണൽ ബന്ധമെന്ന്. ആ ഇൻ്റർനാഷണൽ ബന്ധം എന്തായാലും CPIM-മായി ബന്ധപ്പെട്ടുണ്ടാവത്തില്ലല്ലോ. അപ്പോൾ ആ ഇൻ്റർനാഷണൽ ബന്ധത്തിന് ഉത്തരം പറയണം. 3ാമത്തെ കാര്യം, തന്ത്രിയെക്കുറിച്ച് ഏതെങ്കിലും കോൺഗ്രസ്സുകാരുടെ അക്ഷരം വിടുന്നുണ്ടോ? തന്ത്രിയുടെ വീട്ടിലേക്ക് ED പോകാത്തത് എന്താണെന്ന് ചോദിക്കുന്നുണ്ടോ? എന്താ കാര്യം? ശബരിമലയിൽ തന്ത്രി കൊടിമരം കൈമാറ്റിയത് ദേവപ്രശ്നം വെച്ചിട്ടാണ്. ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ നന്ദനത്തിലെ ജഗതി
അല്ല, CPM-ന്റെ ഇന്റർനാഷണൽ നന്ദനത്തിലെ ജഗദീഷ് കുമാർ ഇതുവഴി എയർപോർട്ട് വഴിയേ ഉള്ളൂ. നിങ്ങൾ വെറുതെ അനാവശ്യമൊന്നും പറയരുത്. ഒരു നിമിഷം രഞ്ജിത്ത് പറയാൻ എന്താ സൂചിപ്പിച്ചത്? എയർപോർട്ട് വഴിയുള്ള ഒരു നിമിഷം ഞാൻ വിചാരിച്ചു ജനീഷെങ്കിലും കുറച്ച് മര്യാദയ്ക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്നു. നിങ്ങൾ കോൺഗ്രസ്സുകാരല്ല ഇങ്ങനെയാണോ? രഞ്ജിത്ത് എന്താ പറഞ്ഞു? അല്ല, ഞാൻ വിചാരിച്ച് ജനീഷെങ്കിലും കുറച്ച് മര്യാദയ്ക്ക് ചർച്ച പങ്കെടുക്കുക. നിങ്ങളുടെ പല പ്രതികളെ പോലെ ഈ ചർച്ച അലമ്പാക്കുന്ന പരിപാടി നിങ്ങളുടെ ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഒരു നിമിഷം ജനീഷ് അല്ല രഞ്ജിത്ത്. ഞാനൊരു ചോദ്യം ചോദിച്ചോളൂ, അതിൽ അങ്ങ് എത്ര പ്രകോപനമാകേണ്ട കാര്യമില്ല. അങ്ങയുടെ ഉത്തരം ശരി, അപ്പൊ നിങ്ങൾ പറയുമ്പോൾ ഞാനും കേട്ടോണ്ടിരിക്കണ്ടല്ലോ. ശരി 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 അല്ലല്ല, വളരെ സൗഹൃദത്തിൽ പോവാണ് ചർച്ച. അതെ, നിങ്ങൾ പറയുമ്പോൾ ഞാനും കേട്ടോണ്ടിരിക്കണ്ടല്ലോ. ഒരു നിമിഷം ഗോപൻ, ഒരു ഞാൻ ഇടയിൽ നിമിഷം അപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ രഞ്ജിത്തിനെ പറയട്ടെ. കേൾക്കണം. എനിക്കൊന്ന് രഞ്ജിത്ത് രസകരമായ ഒരു കമന്റ് എന്നിടയ്ക്ക് പറഞ്ഞു. രഞ്ജിത്ത് എന്താണ് അതൊന്ന് പറയാമോ? അല്ല, ഇതിലെ ഇന്റർനാഷണൽ ബന്ധം എന്ന് പറഞ്ഞത് ഈ ഇറ്റാലിയൻ ബന്ധമല്ല പറഞ്ഞത്. അദ്ദേഹം ഹൈക്കോടതി പറഞ്ഞത് ഇന്റർനാഷണൽ ബന്ധം എന്ന് പറയുന്നത് ഇറ്റാലിയൻ ബന്ധമല്ല. അതുപോലെ തന്നെ CM മറ്റേ ഇവരുടെ എന്താ പറയുക, കസ്റ്റംസ് ആയിട്ടുള്ള മറ്റേ ഇത് വന്നല്ലോ, പിന്നെ എയർപോർട്ട് വഴിയുള്ള, അതുമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് എവിടെ പോയി എന്നുള്ളത് പോറ്റി ഇത് കൊണ്ടു നടന്ന് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അന്വേഷിക്കാനാണ് പറഞ്ഞത്. രണ്ടുമല്ല സാർ പറഞ്ഞത്. കോടതി യഥാർത്ഥത്തിൽ അന്ന് നിരീക്ഷിച്ചത് രണ്ടുമല്ല. ബന്ധത്തിലേക്ക് പോവാം, മറ്റേ ഇറ്റാലിയൻ ബന്ധത്തിലേക്ക് കോടതി യഥാർത്ഥത്തിൽ അല്ല, കൊണ്ടുവരാതിരിക്കാം. സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ ഒരു വാചകമാണ് കേട്ടോ. അതാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത്. ഉത്തരവാദപ്പെട്ട CPM നേതാവ് അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ ഡോക്ടർ അരുൺ കോടതി പറഞ്ഞ് ഇത് രണ്ടുമല്ല. കോടതി ഉപമ മാത്രമാണ് പറഞ്ഞത്. അന്താരാഷ്ട്ര ബന്ധം ഈ സുഭാഷ് കേസിൻ്റെത് പോലെ എന്നൊരു ഉപമ മാത്രമാണ് കോടതി പറഞ്ഞത്. പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്നോ ഇല്ലയോ എന്നുള്ളത് കേരളം സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തന്ത്രിയുടെ കാര്യം ഞാൻ പറഞ്ഞത്, നന്ദനം സിനിമയ്ക്കകത്തെ പാലാരിവട്ടം ശശിയുണ്ട്, ജഗദീഷ് കുമാറിൻ്റെ ദേവപ്രശ്നം സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന അത്തരം ഒരു ദേവപ്രശ്നം എടുത്ത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിനിയോഗിച്ച് കോടിക്കണക്കിന് ഭക്തരെ വഞ്ചിച്ച ഒരു തന്ത്രിയുടെ വീട്ടിലേക്ക് വഴിയറിയാതെ ഉഴലുന്ന ഇഡിയും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പത്രസമ്മേളനത്തിൽ പറയാൻ താല്പര്യമില്ലാത്ത കോൺഗ്രസും ഇത് രാഷ്ട്രീയവൽക്കരിക്കുക. നിങ്ങൾ തന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇതിനകത്ത് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇത് CPM-ന്റെ തലയിൽ വെക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. CPM-ന്റെ തലയിൽ ഇത് വരില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് ഇനി അരുൺ ചോദിച്ച ആശങ്ക തീർച്ചയായിട്ടും ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ബഹുമാന്യനായ രഞ്ജിത്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഇത് പൂർണ്ണമായും തൊണ്ടി മുതൽ കണ്ടെടുക്കാതെ തെളിയിക്കപ്പെടേണ്ടി വന്നാലോ, അങ്ങനെയാണെങ്കിൽ എന്തായാലും ശരി, ഈ അങ്ങ് പറഞ്ഞതുപോലെ ഇത് ആവിയായി പോകത്തില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കാലപരിധി തീരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കല്ലും നെല്ലും തിരിച്ചു കൊണ്ടുവന്ന് ഈ സ്വർണം ആര് കട്ടുമെന്ന് തെളിയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം കേരളീയ സമൂഹത്തിന് മുമ്പിലുണ്ട്. അത് നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആവിയായി പോകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. വരുന്നതിന് പകരം എന്നുള്ളതാണ് ഒരു സംശയമുള്ളത്. ഞാൻ ജനീഷിലേക്ക് വരാം. അതിനു മുമ്പ് ഒരൊറ്റ സംശയം. ഗോപൻ, താങ്കൾ പറഞ്ഞല്ലോ ഒരു ക്രിമിനലായ, ഒരു പെരിങ്കള്ളനായ ഈ പോറ്റിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് സമ്മാനപ്പൊതിയുമായിട്ട് എന്തിനാണ് അന്നത്തെ ദേവസ്വം മന്ത്രി പോയത്? എന്തിനാണ് അതിനോടൊപ്പം അന്നത്തെ റാന്നി MLA പോയത്? ഇപ്പോഴത്തെ പത്തനംതിട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടറി പോയത്? ഇത് ഒരു ചെറിയ കാര്യമല്ല. അന്ന് ഞാൻ കടകംപള്ളി എടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഫോണിലാണ് വിളിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ദേവസ്വം മന്ത്രിയുടെ ഫോണിൽ വിളിച്ച് ഈ പോലീസ് എസ്കോർട്ടോടുകൂടി വീട്ടിൽ വിളിച്ചു വരുത്തി അച്ഛന് സമ്മാനം കൊടുക്കാൻ മാത്രം കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്ത ബന്ധുവൊന്നും അല്ലല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്ത് ബന്ധമാണ് പറയേണ്ടി വരും. അത് ഡോക്ടർ അരുൺ, അതിന് മറുപടി നേരത്തെ ജനീഷ് തന്നെ പറഞ്ഞു. എങ്കിലും ഞാൻ ഒന്നുകൂടി ആ മറുപടിയിലേക്ക് കടക്കുന്നില്ല. എനിക്ക് പറയാനുള്ള മറുപടി, കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പോൾ ആരാ അവിടെ? ദേവസ്വത്തിലെ ജീവനക്കാരനാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ കീഴ്ശാന്തിയായിട്ട് ശമ്പളം കൊടുത്ത് പോസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി 2019. അയാൾ കേവലം ഒരു സ്പോൺസർഷിപ്പ് ഞാൻ പറയാൻ ഡോക്ടർ അരുൺ, 2004 കണ്ഠർ രാജീവ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുചെല്ലുന്നു. അന്ന് രാമൻ നായരാണ് പ്രസിഡന്റ്. 2007 പരികർമ്മിയാക്കി. എന്നിട്ട് അത് ശമ്പളം ബോർഡ് കൊടുക്കണ്ടെന്ന് 2012-14 MP ഗോവിന്ദൻ നായർ കോൺഗ്രസ് നേതാവ് കീഴ്ശാന്തിയായിട്ട് നിയമിച്ചു. 2014 പ്രയാർ മേൽശാന്തിയുടെ അസിസ്റ്റന്റായിട്ട് നിയമിച്ചു. ഇത് അസിസ്റ്റന്റ് മാത്രമെന്ന് പറഞ്ഞാൽ സ്ഥിര ജീവനക്കാരനല്ല. മേൽശാന്തിക്ക് എപ്പോഴും മാറ്റിയെടുക്കുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ അയാൾക്കൊരു ശമ്പളം വാങ്ങിക്കാവുന്നതും അവിടെ ഒരു ആക്സസ് ഉണ്ടാക്കി കൊടുത്തതും പ്രയാർ ഗോപാലകൃഷ്ണനും ഗോവിന്ദൻ നായരും രാമൻ നായരും കോൺഗ്രസ് കൂടി ചേർന്നിട്ടാണ്. അങ്ങനെ ഒരാൾ
ദേവസ്വം മന്ത്രിയായിട്ട് വന്ന കടകംപള്ളിയോട് ഞാൻ ശബരിമലയിലെ ഇങ്ങനെ ആളിനാളായിട്ട് നിൽക്കുന്ന ഒരാൾ ചെന്നിട്ട് അയാളുടെ വീട്ടിലൊരു ചടങ്ങ് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോകുന്നതിനപ്പുറത്ത് എന്താ അതിനകത്തുള്ളത്? ഇനി അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി ഞാൻ തീർത്ത് പറയാം. ഇതൊന്നും അടച്ചങ്ങ് തീർത്ത് പറയല്ല. കടകംപള്ളിക്കും ഇക്കാര്യത്തിൽ എന്തെങ്കിലും നൂൽബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സംരക്ഷിക്കില്ലെന്ന് മാത്രമല്ല, തെളിവ് വരട്ടെ, SIT വരട്ടെ, അന്വേഷിക്കട്ടെ, അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ, ഒരു മടി അതിനകത്തില്ല. എന്തിനാ അതിനകത്ത് ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്? ഇവരിപ്പോൾ അടൂർ പ്രകാശിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ, ആന്റോ ആന്റണിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾ തെളിയിക്കാൻ നിൽക്കുകയാണ്. ശബരിമലയിൽ നിന്ന് മാത്രമല്ല, ഏത് ആരാധനാലയത്തിൽ നിന്ന് പോയാലും അത് തെളിയിക്കാൻ വേണ്ടി വാശിയോടുകൂടി നിൽക്കുകയാണ്. ഒരു ഇടവേള കൂടി വേണം ഗോപൻ, ഞാൻ ഇടപെടുകയാണ്, സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ജനീഷിന് ഗോപൻ ചോദിച്ച സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം ജനീഷിന് കിട്ടിയോ? ഈ സോണിയാഗാന്ധിയെ പോയി കണ്ടത് എന്നാണ്? ആരാണ് സോണിയാഗാന്ധിക്ക് പെർമിഷൻ വാങ്ങിക്കൊടുത്തത്? സോണിയാഗാന്ധിക്ക് സ്വർണം കട്ട പോറ്റിയും കട്ട സ്വർണം വാങ്ങിയ ഈ ഗോവർദ്ധനും കൊടുത്ത ഗിഫ്റ്റ് എന്താണ്? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം താങ്കൾക്കുണ്ട്. സ്പെസിഫിക് ക്വസ്റ്റ്യൻസ്. 2019 ഇത്തരത്തിലൊരു കൊള്ള ചെയ്ത ഒരു ഷേഡി ക്യാരക്ടറായിട്ടുള്ള പോറ്റിക്ക് എങ്ങനെയാണ് DGPക്കും മുഖ്യമന്ത്രിക്കും ഒപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്? മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? കടകംപള്ളി സുരേന്ദ്രനെ കണ്ടിട്ടുണ്ടോ? ഇവർക്ക് കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ഗോപനം പറഞ്ഞാൽ മതി. അങ്ങനെ ഗോപനം ഒരു ചോദ്യം വിശദീകരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയെ കണ്ടത് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന് സ്വയം ദുരൂഹത തോന്നുന്നില്ല. സോണിയാഗാന്ധി കണ്ടാൽ അവിടെ ദുരൂഹത തോന്നുന്നു. കടകംപള്ളി സുരേന്ദ്രനെ ജനീഷ്, ഒരു ചെറിയ പ്രശ്നമുള്ളത്, മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനാണ്? ഭീമ ജൂബിലറി സ്പോൺസർ ചെയ്ത ഗൂർഖ ജീപ്പ് താക്കോൽ കൊടുത്തത് എന്താണ്? എന്നാണ് കൊടുത്തത്? 2025 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2025 ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 2025 ഈ DGP ചാർജ് എടുത്തതിന് ശേഷമാണ്. താങ്കൾ ചോദിച്ച 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം 2025 മുഖ്യമന്ത്രിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഭീമ ജൂബിലറിയുടെ ജീപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പൊ എന്താ എന്നുള്ളതിന് ഉത്തരം നമുക്ക് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കിട്ടി. എന്താണ് കൊടുത്തത് എന്ന ചോദ്യത്തിന് ഉത്തരവും കിട്ടി. ജനീഷ്, താങ്കൾ കൊണ്ടുപോകാൻ ശ്രമം ഉണ്ടായില്ലേ? ജനീഷ്, ഡോക്ടർ അരുൺ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. താങ്കൾക്കും കൃത്യമായ മറുപടിയില്ല. താങ്കൾ അവർ അഡ്വക്കേറ്റ് ചെയ്യാണല്ലോ. 2019 ഇതുപോലെ ഒരു കേസിൽ കളവ് ചെയ്ത ഒരാൾ 2025 വരെ മുഖ്യമന്ത്രിയും DGPയും പങ്കെടുക്കുന്ന സമീപ സ്ഥലങ്ങളിലേക്ക് സ്വതന്ത്രമായി ഇവിടെ ഇയാൾ കൊള്ളക്കാരനാണെന്ന് തിരിച്ചറിയാൻ ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. ഞാൻ 100% ശരി ജനീഷ്, നമ്മുടെ മുന്നിൽ 2 കൂടിക്കാഴ്ചകളാണല്ലോ. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയെ കണ്ടത് എന്താണ്? 2025 കണ്ടത് എന്തിനാണ്? ഗൂർഖ ജീപ്പ് കൊടുക്കാൻ. കൊടുത്തത് എന്താണ്? ഗൂർഖ ജീപ്പ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് കിട്ടിയ ഉത്തരം. തിരിച്ച് സോണിയാഗാന്ധിയെ കണ്ടത് എന്താണ്? കൊടുത്തത് എന്താണ്? അവിടേക്ക് കടന്നു ചെയ്യുന്ന ഗൂർഖ ജീപ്പ് കൊടുക്കാനും ഗൂർഖ ജീപ്പിന്റെ സമീപത്തേക്കൊക്കെ ചെല്ലാൻ വേണ്ടി സാധിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വളരെ ലളിതമായിട്ടല്ല ചോദിച്ചത്. കേരളം ഭരിക്കുന്ന റൂളിംഗ് പാർട്ടിയല്ലേ, ഹോം മിനിസ്റ്ററല്ലേ പിണറായി വിജയൻ മുഖ്യമന്ത്രി, DGP അല്ല അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത്. ഈ ഷേഡി ക്യാരക്ടർ അവിടെ ചെന്നപ്പോ എന്താ ഈ DGPക്ക് മനസ്സിലായില്ല? ഇയാൾ ഷേഡി ക്യാരക്ടറാണ്. എന്താ കേരളത്തിന്റെ സംവിധാനത്തിന് മനസ്സിലായില്ല? പിന്നെയാണോ അവർക്ക് എങ്ങനെ മനസ്സിലാക്കി? എന്ത് തരത്തിലുള്ള ആളാണ്? എങ്ങനെ കോൺഗ്രസിന്റെ കഴിയുന്ന കാര്യമല്ലേ ഉള്ളൂ. ജനീഷ് ഉത്തരം പറയില്ല. നിങ്ങൾ പറയേണ്ട രാഷ്ട്രീയമായ മറുപടികളിൽ നിങ്ങൾ കിടന്ന് ഉഴപ്പിയിട്ട് നിങ്ങളിപ്പോ സോണിയാഗാന്ധിയെ കണ്ടത് എങ്ങനെയാണ്? അതിന് കണ്ടതിന് ശേഷം സോണിയാഗാന്ധിക്ക് ശബരിമലയിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആരുടെയൊക്കെ കൂടെ ഫോട്ടോ എടുത്താലും അതെല്ലാം ഒരു കുറ്റമാണ്. ആളുകൾ കുറ്റവാളിയാണ്. ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മറുപടി പറയാം.
ഫോട്ടോ ഈ മൂന്ന് ചോദ്യത്തിൽ ഒരു കാര്യം ചെയ്യട്ടെ. ഗോവന്റെ അന്വേഷണ സംവിധാനങ്ങൾ വെച്ചിട്ട് ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അതൊരു പ്രസക്തമായ കാര്യമാണ്. ദില്ലിയിൽ ജനപഥിൽ സോണിയാഗാന്ധിയെ പോയി കണ്ടത് ഒരു കാര്യം ഗോപം പറഞ്ഞാൽ എത്ര വിഹിതം സിപിഎമ്മിന് കിട്ടി, എത്ര പണമായി കിട്ടി, എത്ര ക്യാഷായി കിട്ടി പറയാൻ പറ്റൂ? ജനീഷ്, ഞാൻ നേരിട്ട് അങ്ങനെ ചോദിക്കാം. യഥാർത്ഥത്തിൽ ജനീഷ് ശരിവെച്ചത് ശിവൻകുട്ടിയുടെ വാദമാണ്. കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാരെ വലിച്ചിഴച്ച് അവിടെ ചർച്ച നടത്താൻ ശ്രമിച്ചാൽ അത് അനുവദിക്കാൻ സാധിക്കില്ല. ശ്രീധരൻകുമാർ, അത് അനുവദിക്കാൻ സാധിക്കില്ല. സോണിയാഗാന്ധി ഈ കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്ക് പങ്കുണ്ടാവും. എങ്ങനെ പറയാൻ സംസ്ഥാനത്തിനകത്ത് ഭരണം നടത്തുന്ന പാർട്ടിയുടെ ഉന്നതമായ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ചർച്ച. അവിടെ നിങ്ങൾ അയാൾ ഏതെങ്കിലും കാലത്ത് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് എങ്ങനെ എനിക്ക് മറ്റു രണ്ട് വിട്ടുകൊടുത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ജനീഷ് താങ്കൾ പറഞ്ഞത് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞതിനെ താങ്കൾ സാധൂകരിക്കുന്നു അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. നിങ്ങൾ എന്തിനാ അനാവശ്യമായ ഇതെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മാത്രമാണ്. എന്റെ ഭയം ഈ രാഷ്ട്രീയ ശരി ജനീഷ്, രണ്ടു ഭാഗം പറഞ്ഞോണ്ടല്ല ഞാനും തിരിച്ചു പറയും. രണ്ടു ഭാഗം ശരി ശരി നിങ്ങളുടെ സമയമല്ല. ശരി, ഇനി എനിക്ക് രഞ്ജിത്തിലേക്ക് പോകാം. രഞ്ജിത്തിന് സമയം കൊടുക്കാം. ദയവായി വഴങ്ങൂ. നമ്മുടെ ചർച്ച ആ ഘട്ടത്തിൽ SIT അന്വേഷിക്കട്ടെ എന്ന നിലപാടിൽ നമ്മൾ എത്തി. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാ, ഇതൊക്കെ SIT അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതെല്ലാം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ്. കടകംപള്ളിയെ മറയ്ക്കാൻ അടൂർ പ്രകാശിനെ കൊണ്ടുവരുന്നു. അടൂർ പ്രകാശിനെ മറയ്ക്കാൻ അടുത്ത പിണറായി വിജയനെ കൊണ്ടുവരുന്നു. പിണറായി വിജയനിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ചർച്ചയുടെ ലീഡ് കൊണ്ടുപോകുന്നത് പ്ലീസ് ജനീഷ്